ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുക്ക് ആൻഡ് വ്യൂ. എല്ലാവർക്കും ലുക്ക് ആൻഡ് വ്യൂയിലോട്ട് സ്വാഗതം. ദിസ് ഈസ് മീ റിയ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. തണുപ്പ് കാലത്ത് സ്ത്രീകളെയും അതേപോലെ തന്നെ പുരുഷന്മാരെയും വലട്ടുന്ന ഒന്നാണ് ചുണ്ടുകളുടെ വരൾച്ച. ചുണ്ടുകൾ വരണ്ടിരിക്കുക, തൊലി പോവുക, വരണ്ട് കീറുക എന്നുള്ളതാണ് ഇവർ നേരിടുന്ന പ്രശ്നം. അതിന് പരിഹാരമായിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ലിപ് കെയർ ആണിത്. ഇതിന് എന്തെല്ലാം വേണം നമുക്ക് നോക്കാം. തേൻ, ഷുഗർ, പിന്നെ ബട്ടർ. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഈ പഴയ കോശങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എക്സ്ഫോളിയേഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് പ്രിപ്പയർ ചെയ്യണം. ഈ മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേനും അതുപോലെ തന്നെ ഷുഗറും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. തേനും ഷുഗറും നമുക്ക് എത്ര അളവ് വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഷുഗർ നമ്മളെപ്പോഴും ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം അതിലോട്ടിടാൻ, അല്ലെങ്കിൽ അത് ഭയങ്കര വലുപ്പമായിരിക്കും. അപ്പോൾ നമുക്കത് എക്സ്ഫോളിയേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം തേനിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചുണ്ടിൽ സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ നമുക്ക് ടൂത്ത് ബ്രഷ് കൊണ്ട് അത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇങ്ങനെ 1 മിനിറ്റ് നേരം നമ്മൾ ചെയ്യണം. ചിലർക്ക് ഇത് 2 മിനിറ്റ് വേണ്ടി വരും. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് നമ്മൾ ചുണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു 20 മിനിറ്റ് നേരത്തേക്ക് വെക്കും ചുണ്ടിൽ. അതിനുശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇതിൽ എക്സ്ഫോളിയേഷൻ നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ചുണ്ടിന് നന്നായിട്ട് ഹൈഡ്രേഷൻ, അതായത് ജലാംശം നന്നായി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കാം. അതായത് നമ്മൾ കുക്കുംബർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ചെറിയ പീസ് എടുത്ത് നമുക്ക് ചുണ്ടിങ്ങനെ ഉരസി കൊടുക്കാം. അത് ചുണ്ടിന് നന്നായി ഹൈഡ്രേഷൻ കൊടുക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലോവേര ജെല്ല്, അതായത് കറ്റാവാഴപ്പുഴയുടെ ജെല്ലെടുത്തിട്ട് ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ചുണ്ടിൽ ഉരസി കൊടുക്കാം. നന്നായി ഹൈഡ്രേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് റോസപ്പൂവിൻ്റെ ഇതിൽ പാലിൽ ഇട്ട് കൊടുക്കുക. അതൊരു 30 മിനിറ്റിന് ശേഷം നമ്മൾ അതെടുത്ത് റോസപ്പൂവിൻ്റെ ഇതിലെടുത്ത് നമ്മൾ നന്നായിട്ട് ചുണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒലിവ് ഓയിലും അതുപോലെ തന്നെ തേനും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. അതൊരു 20 മിനിറ്റ് നേരം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല ഭംഗി വരണമെന്നുണ്ടെങ്കിൽ നന്നായി മോയ്സ്ചറൈസേഷൻ നമ്മൾ കൊടുക്കണം. അതിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും ഒരുപാട് പങ്കുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് 60 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 3 ലിറ്റർ വെള്ളം, ഇത് മിനിമമാണ് പറയുന്നത്. ഇത്രയെങ്കിലും നമ്മൾ കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഒരു ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോഴേ നമ്മുടെ ചുണ്ടുകൾക്കും നല്ല ഭംഗി വരുള്ളൂ. നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കൂട്ടേണ്ടതുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നന്നായി ഡ്രൈ ആയിട്ട് ചുണ്ട് വരുമ്പോൾ അത് നനയ്ക്കാതിരിക്കുക. അപ്പോൾ അത് കൂടുതൽ വരൾച്ചയ്ക്ക് കാരണമാക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അതിന് പകരം നമ്മൾ നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് ചുണ്ടിനെ നിലനിർത്തുക. നമ്മുടെ ഉമിനീരിലുള്ള എൻസൈംസ് എല്ലാം വളരെ ഹാർഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് നനയ്ക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി കൂടുതൽ ഡ്രൈ ആയിട്ട് തൊലിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും നമ്മുടെ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യണം. അതിന് വേണ്ടി ലിപ് ബാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലിപ് കെയറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.